മെഡിക്കൽ ടെസ്റ്റുകളും സ്പെഷ്യൽ മെഡിക്കൽ ടെസ്റ്റുകളും മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും നമ്മുടെ ചൊക്ലിയിൽ. ഞാനിപ്പോ നിൽക്കുന്നത് ചൊക്ലി മെഡിനോവ ലാബിലാണ്. ഇവിടെ ക്വാളിഫൈഡ് സ്റ്റാഫ്സിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ ടെസ്റ്റുകളും നടത്തുന്നത്. നോർമൽ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് പുറമെ സ്പെഷ്യൽ മെഡിക്കൽ ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നതാണ്. അതും മണിക്കൂറുകൾക്കുള്ളിൽ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് റിപ്പോർട്ട്സ്. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ഹോർമോൺ ചെക്കപ്പ്, കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും നമ്മുടെ മെഡിനോവയിൽ ഉണ്ട്. കൂടാതെ ചൊക്ലിയിൽ എവിടെയും ഹോം സാമ്പിൾ കളക്ഷൻസ് അവൈലബിൾ ആണ്. റിസൾട്ട് വാട്സ്ആപ്പിലോ മെയിലിലോ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യ പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കൂ മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്റർ ചൊക്ലി. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ടേലി ടവർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, നാരങ്ങാപുരം, തലശ്ശേരി. പ്രകൃതി സംരക്ഷണം എന്നത് ചിലർക്ക് കേവലമൊരു വാക്കാണ്. എന്നാൽ മറ്റു ചിലർക്കത് ഒരു ആയുസ്സിൻ്റെ നിയോഗമാണ്. ഈ ഭൂമിയുടെ കാവലാളായി അരനൂറ്റാണ്ടുകാലം നമുക്കിടയിൽ ഒരു നന്മമരമായി പെയ്തിറങ്ങിയ ഒരാളുണ്ട്. പ്രിയപ്പെട്ട ശ്രീ CV രാജൻ മാസ്റ്റർ. മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം നേടി തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന ആ വലിയ മനുഷ്യൻ പിന്നീട് ഈ നാടിൻ്റെ പരിസ്ഥിതിക്ക് കാവലായി മാറുകയായിരുന്നു. പ്ലാച്ചിമടയിലെ സമരപ്പന്തലിലും കൊടുവള്ളിയിലെ കണ്ടൽ കാടുകളിലും പുന്നോൽ പെട്ടിപ്പാലത്തെ തീരദേശത്തും ഉയർന്നു കേട്ട ആ പ്രതിരോധത്തിൻ്റെ ശബ്ദം കേരളത്തിൻ്റെ പരിസ്ഥിതി പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായങ്ങളാണ്. മയ്യഴിപ്പുഴയുടെ ജീവനു വേണ്ടിയും പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിനായും അദ്ദേഹം നടത്തിയ യാത്രകൾ അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ട ജന്മാണി FM പ്രേക്ഷകർ, സാമൂഹിക സാംസ്കാരിക രംഗത്തും പരിസ്ഥിതി രംഗത്തും പൊതുമണ്ഡലങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു അധ്യാപകനാണ് നമുക്കൊപ്പം ഉള്ളത്. അധ്യാപകൻ എന്ന നിലയിൽ നേരത്തെ തന്നെ ദേശീയ അധ്യാപക അവാർഡ് ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള CV രാജൻ പെരിങ്ങാടി രാജൻ മാഷിന് ഈ 2026 മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങളുള്ള അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കോട്ടയം ആസ്ഥാനമായിട്ടുള്ള നന്മമരം ഗോപൻ ഫൗണ്ടേഷൻ. പരിസ്ഥിതി രംഗത്ത് മാഷ് നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഒരുപക്ഷെ മാഷ് ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള പ്രേരണ അല്ലെങ്കിൽ ഉൾക്കാഴ്ചയൊക്കെ നൽകിയത് മാഷ് നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഓരോ രാജ്യത്തിൻ്റെയും പാരിസ്ഥിതിക സവിശേഷതകളെ അടയാളപ്പെടുത്തി തൻ്റെതായ നിരീക്ഷണങ്ങളും നമ്മുടെ നാട്ടിലെ പാരിസ്ഥിതിക വിഷയങ്ങളെ എങ്ങനെ നമുക്ക് സമീപിക്കാം എന്ന ഒരു ധാരണ മാഷ് സ്വയം രൂപപ്പെടുത്തിയെടുക്കുകയും അത് രൂപപ്പെടുത്തിയെടുക്കുക മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക്, തൻ്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് അത് വിളിച്ചു പറഞ്ഞ്
കൂടുതൽ അവരെയൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനുള്ള ഇടപെടലുകളും മാഷ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മാഷ് നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പ്രവർത്തനമല്ല, സമൂഹത്തെ ആകെ ഈ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കാനും പരിസ്ഥിതിയോട് കൂടുതൽ അടുപ്പം സൂക്ഷിക്കാൻ അവരെ കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമാണ് മാഷ് നടത്തിയിട്ടുള്ളത്. ആ രീതിയിൽ മാഷ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സജീവമായി രംഗത്ത് വരികയും, പക്ഷേ അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു സ്വയം മേനി പറയുന്ന ഒരു പ്രകൃതക്കാരനല്ല മാഷ് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം നിശബ്ദ പ്രവർത്തനങ്ങളാണ്. പരിസ്ഥിതി രംഗത്ത്, അതുപോലെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ, അങ്ങനെ മാഷിന്റെ ഒരു സൗഹൃദ നിര തന്നെ വലുതാണ്. പൊതുരംഗത്ത് മാഷ് സഞ്ചരിക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. കാരണം എവിടെയൊക്കെ തനിക്ക് ഇടപെടാൻ കഴിയുമോ അവിടെയൊക്കെ വളരെ സത്യസന്ധമായി ഇടപെടുകയും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും മാഷ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ കോട്ടയം ആസ്ഥാനമാക്കിയുള്ള നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും ഇത്തരം പ്രവർത്തനങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മാഷക്ക് ഇത്തവണ ഈ പരിസ്ഥിതി രംഗത്തെ അവാർഡ് ആ രംഗത്തെ ഇടപെടലുകൾ പരിഗണിച്ചുകൊണ്ട് നൽകിയിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും കൂടുതൽ പറയുന്നില്ല, കാരണം മാഷിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാഷിന്റെ ആ പ്രവർത്തന പഥത്തിലൂടെ നമുക്ക് നീങ്ങാം. മാഷ് നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം എറണാകുളം ബേസ്ഡായിട്ട് ആരംഭിച്ച ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയാണ് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ. ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ ഷൈജു കാലികാണ്. അവർക്ക് സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഏതാണ്ട് പൂർണ്ണ തോതിലല്ലെങ്കിലും അഡ്ഹോക്ക് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. ഒരുപാട് പരിപാടികൾ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് നടന്നു വരികയാണ്. കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കൗൺസിലിംഗ്, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള ഒരുപാട് സെമിനാറുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അവബോധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം സംസ്ഥാനത്തെ മികച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, സമൂഹത്തിൽ പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കാൻ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ഒരു മാധ്യമം, പരിസ്ഥിതി രംഗത്ത് സജീവ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ, പ്രൈമറി സ്കൂൾ, പ്രകൃതിയെ ഒപ്പിയെടുത്ത ഒരു ക്യാമറാമാൻ, ഇത്രയും വ്യക്തികൾക്കാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-നായിരുന്നു ഇതിൻ്റെ പ്രഖ്യാപനം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പ് അനൂപ് ജോസഫാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അതിലാണ് മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള ഈ ഒരു പരിസ്ഥിതി അവാർഡ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നാളിതുവരെയുള്ള പരിസ്ഥിതി രംഗത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമായി ഞാൻ കാണുകയാണ്, വിലമതിക്കുകയാണ്. അതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല പരിസ്ഥിതി. എന്തുകൊണ്ടാണ് ഈ പരിസ്ഥിതി രംഗത്ത് കൂടുതൽ ഊന്നൽ നൽകാൻ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി തോന്നിയത്? കഴിഞ്ഞ ജൂൺ 26-നാണ് തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കുന്നത്. തിരുവാതിര ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ തിരിമുറിയാതെ മഴ പെയ്യേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഞാറുനടയിലും വിത്ത് നടയിലും ഒക്കെ നടക്കേണ്ടുന്ന ഒരു കാലഘട്ടം. എന്നാൽ അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള 4-5 ദിവസങ്ങളിൽ ഒരു തുള്ളി മഴ കേരളത്തിൽ പെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മുടെ കൃഷിയും ഉൽപാദനവും ഒക്കെ, കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനൊരു കാലാവസ്ഥ കലണ്ടർ തന്നെയുണ്ട്. ആ കലണ്ടർ അനുസരിച്ചാണ് നമ്മൾ കൃഷി ഇറക്കുന്നതും വിളവെടുക്കുന്നതും ഒക്കെ. പക്ഷെ അതിനൊക്കെ ഒരു താളം തെറ്റുമ്പോൾ
നമ്മുടെ കാർഷിക മേഖലയെ, നമ്മുടെ കാലാവസ്ഥയെ, നമ്മുടെ ശുദ്ധജല ലഭ്യതയെ, നമ്മുടെ വൈദ്യുതിയുടെ ലഭ്യതയെ ഒക്കെ വിപരീതമായിട്ട് ബാധിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാം കേട്ട് എല്ലാവരുടെ ശ്രദ്ധയിലുള്ളവർ കാലാവസ്ഥാ പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ് അൽ നിനോ പ്രതിഭാസം. വേൾഡ് ക്ലൈമറ്റ് ട്രെൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ 150 വർഷത്തിൽ അനുഭവപ്പെട്ടതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ഉഷ്ണതരംഗം നമ്മുടെ സംസ്ഥാനത്ത് 2027 ഉണ്ടാകും. മഴയുടെ ലഭ്യത വളരെയേറെ കുറഞ്ഞ ഒരു വർഷം കൂടിയായിരിക്കും അത് എന്ന്. അതിൻ്റെ സൂചനകളാണ്, മുന്നറിയിപ്പുകളാണ് ഇപ്പോഴുള്ള ഈ വർഷം പാദത്തിൻ്റെ കുറവ് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. സാമൂതിരി രാജാവിനോട് സങ്കടം പറഞ്ഞിരുന്നു, നമ്മുടെ കുരുമുളക് വള്ളികളൊക്കെ കൊണ്ടുപോകുന്നു തമ്പുരാനെ എന്ന് പരാതിപ്പെട്ടപ്പോൾ, പാലിയത്തച്ഛൻ മന്ത്രിയും പരിവാരങ്ങളും പരാതിപ്പെട്ടപ്പോൾ സാമൂതിരി രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് കുരുമുളക് വള്ളിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, പക്ഷെ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ ഇന്നിപ്പോൾ എൽ നിനോ പ്രതിഭാസം നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയെയും കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് വസ്തുത. ശുദ്ധവായു നമ്മൾ പൈസ കൊടുത്തിട്ട് ഓക്സിജൻ പാർലറുകളിൽ നിന്ന് ശുദ്ധവായു സ്വീകരിക്കേണ്ടുന്ന ഒരു സ്ഥിതി, പൈസ കൊടുത്തിട്ട് ശുദ്ധജലം കുപ്പികളിലെ ശുദ്ധജലം വാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതി. നമുക്ക് ശുദ്ധജലത്തിനും ശ്വസിക്കുന്ന വായുവിനും ഒക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് ഭൂമിയെ എത്തിച്ചില്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി രംഗത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലേക്ക് എനിക്കുണ്ടായി. ആഗോള താപനമായാലും ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകലായാലും ഇങ്ങനെ നമുക്കറിയാം ആഗോള തലത്തിലാണ് നമ്മുടെ പാരിസ്ഥിതിക വ്യാകുലതകൾ. ഇപ്പോൾ മാഷുടെ ഒരു പാരിസ്ഥിതിക വ്യാകുലതകളാണ് ഇപ്പോൾ മാഷ് പങ്കുവെച്ചത്. അത് ഒരേ സമയം പ്രാദേശികവുമാണ്, ആഗോള സ്വഭാവമുള്ളതുമാണ്. ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. ഒന്ന് പറയാമോ, എവിടെയൊക്കെയാണ് സന്ദർശിച്ചത്? അതിനെക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ട് അറിയേണ്ടി വരുമ്പോൾ. ഞാൻ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വൈഫും ഏതാണ്ട് വിവിധ വൻകരകളിലെ 20 രാജ്യങ്ങൾ സന്ദർശിച്ചു. അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിച്ചത് അതിൻ്റെ പാരിസ്ഥിതികമായ കാര്യങ്ങൾ അതിൽ ഊന്നിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ സന്ദർശനം. അതിന് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ വടക്കേ അതിർത്തി രാജ്യമായ നേപ്പാളിലാണ്. നേപ്പാളിൽ നിന്ന് ഞങ്ങൾ കാഠ്മണ്ഡു ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് ബുദ്ധ എയർലൈൻസിൻ്റെ ചെറു വിമാനങ്ങൾ ടൂറിസ്റ്റുകൾക്കായിട്ടാണ്. അതിൽ പറന്നിട്ട് ഹിമാലയ സാനുക്കളുടെ മീതെ കൂടി എവറസ്റ്റ് കൊടുമുടിയെ നേരിൽ കണ്ടുകൊണ്ട് ഗൗരീശങ്കർ തുടങ്ങിയ കൊടുമുടികളെ എല്ലാം നേരിൽ കണ്ടുകൊണ്ട് ഹിമാലയ പർവ്വതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും കാണുന്നതും തമ്മിലുള്ള നിലവിൽ ഒരന്തരം വ്യക്തമായിട്ട് മനസ്സിലാക്കി. കാരണം മഞ്ഞ് ഊർന്നു പോയ എവറസ്റ്റിൻ്റെ ശിഖരമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വിചാരിച്ചത്ര പച്ചപ്പ് ഹിമാലയത്തിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമതകൾ ഉണ്ടായി. നേപ്പാളിലെ ഏറ്റവും ദൈർഘ്യമേറിയ ജലസമ്പന്നമായ ഒരു നദിയാണ് നാരായണി നദി. നാരായണി നദിയിലുടനീളം അതിൻ്റെ കരയിലൂടെയും നദിയിലൂടെയും സഞ്ചരിക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞത് ഇതിങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ ജലസമ്പത്തി. അതുപോലെ തന്നെ ദൂത് ഗംഗ എന്ന് പറയുന്നൊരു നദിയുണ്ട്. അത് എവിടെ നിന്നോ മലകൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് വലിയ ഗർത്തങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു ഭീകരമായൊരു ശബ്ദത്തിലൂടെ വരുന്ന പാലിൻ്റെ നിറമുള്ള വെള്ളമാണ് ആ ദൂത് ഗംഗ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ തീവ്രത കുറഞ്ഞിരിക്കുന്നു.
ആ വെള്ളത്തിൻ്റെ ഒഴുക്കിന് ശക്തി കുറഞ്ഞിരിക്കുന്നു എന്ന് പരിസരവാസികളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നു. യൂറോപ്പിൽ ഞങ്ങൾ പോയപ്പോൾ മലകളെ തന്നെ പറയാം. പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ആൽപ്സ് പർവ്വതം. അപ്പോൾ ആൽപ്സ് പർവ്വതം ഇങ്ങനെ ഉടനീളം കണ്ടപ്പോൾ അതിന് മേലെ ഒന്ന് കയറണം എന്ന് തോന്നി. കാരണം നമ്മുടെ പ്രായത്തിൽ അതൊക്കെ കുറച്ച് പ്രയാസകരമായ കാര്യമായിരുന്നെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഗൊണ്ടോല എന്ന് പറയുന്ന കേബിൾ കാറിൽ അത് 2 നിലകളിലായിട്ടാണ്. ഒരു ബേസിൽ നിന്ന് തുടങ്ങിയാൽ മറ്റൊരു ബേസിലേക്ക് എത്തും. അവിടെ നിന്ന് മറ്റൊരു ഗൊണ്ടോലയിൽ വേണം ഇതിൻ്റെ ടോപ്പിലേക്ക് 3000 ഗ്ലേഷ്യർ എന്ന അതിന് പറയുന്ന ആ ഉച്ചിയിലേക്ക് നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് അതിൻ്റെ ഉച്ചിയിലെത്തി. അവിടെ നിന്ന് സ്ലെഡ്ജ് എന്ന് പറയുന്ന വണ്ടിയിൽ കയറിയിട്ട് അതിൻ്റെ ടോപ്പിലൂടെ അതൊന്നും നമുക്ക് വേറെ ഒന്നും കാണാൻ കഴിയില്ല. താഴെയായാലും മേലെയായാലും ഒക്കെ മഞ്ഞ് പൊട്ടി കിടക്കുന്ന മഞ്ഞ് കട്ടകളിങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതിലൂടെ ഞങ്ങൾ യാത്ര നടത്തിയിട്ട് ആൽപ്സിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ആസ്ട്രേലിയയിൽ ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ചസ് എന്ന് പറയുന്ന ആസ്ട്രേലിയയിലുടനീളമായിട്ടുള്ള വലിയ മലനിരകൾ. അതിൽ തന്നെ ബ്ലൂ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞിട്ട് ആ ബ്ലൂ നിറത്തിൽ വളരുന്ന പ്രത്യേകതരം മരങ്ങൾ, അതിനാണ് ഒരു ലൈറ്റ് ബ്ലൂ ആണ്, അതുകൊണ്ടാണ് അതിനെ ബ്ലൂ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലകളെയൊക്കെ കാണുമ്പോഴും എൻ്റെ ചോദ്യം പരിസരവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞ കാര്യവും ഇങ്ങനൊന്നും ആയിരുന്നില്ല, കുറേ കൂടെ വൃക്ഷനിബിഡമായിരുന്നു, പിന്നെ എന്തൊക്കെയാണ് അവർ ഹരിതാഭമാനമായിരുന്നു എന്ന് അവർ പറയും. അപ്പോൾ എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മളത് കാണുന്നു, മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് തന്നെ ആസ്ട്രേലിയയിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു വലിയ കൽക്കരികൾ, ആയിരക്കണക്കിന് അടി താഴെ നമ്മളൊരു കൽക്കരി ഖനിയിലേക്ക് ഊർന്നിറങ്ങുന്ന ഒരു പ്രത്യേകതരം ട്രെയിനുണ്ട്. അങ്ങനെ ആ ഖനനം ചെയ്തെടുത്ത ഭൂമിയെ ചൂഷണം ചെയ്ത് നമ്മൾ അതിനെ അവസാനം ഉപേക്ഷിച്ച ആ ഒരു ശവപ്പാത്രം പോലെ ആക്കിയ അവിടെയും ആ ഖനിക്കകത്ത് ഇറങ്ങിയിട്ട് അതൊന്ന് നേരിട്ട് കാണാൻ കഴിയും. പിന്നെ നദികൾ, ഇന്ത്യയിലെ ഏതാണ്ട് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ മിക്ക നദികളിലൂടെയും നദി കാണലല്ല, അതിലൂടെ യാത്ര ചെയ്യാൻ, മുസായി തുടങ്ങിയ നദികളിലൂടെ യാത്ര ചെയ്യാനും പിന്നെ അതിൻ്റെ പ്രകൃതി ഭംഗി മാത്രമല്ല അതിലൂടെ ഒഴുക്കിക്കളിയുന്ന മലിന ജലത്തെയും ജൈവ വസ്തുക്കളെയും ഒക്കെ ഡെഡ് ബോഡി അടക്കം നമുക്കിങ്ങനെ വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കും. നമ്മൾ വളരെ പുണ്യമായി കരുതുന്ന, തീർത്ഥമായി കരുതുന്ന ഗംഗാജലം നമ്മുടെ വീടുകളിലൊക്കെ ശേഖരിച്ച് വെക്കാറുണ്ട്. പക്ഷേ ആ ഗംഗാജലം എന്താണ് എന്ന് നമുക്ക് അവിടെ നിന്ന്, അത് ഋഷികേശിൽ നിന്നാണ് താഴ്വരയിലേക്ക് പിന്നെ പതിക്കുന്നത്. ആ പതന സ്ഥലത്ത് തന്നെയും അത് അശുദ്ധമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വിദേശത്തെ നദികളിലേക്ക് പോകുമ്പോൾ പിന്നെ ലണ്ടൻ തുറമുഖത്ത് നിന്ന് ഞങ്ങൾ ഒരു സന്ധ്യയ്ക്ക് ഇംഗ്ലീഷ് ചാനലിലൂടെ ഒരു കപ്പൽ യാത്ര, സ്കനാലിൻ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി മുഴുവൻ സഞ്ചരിച്ചാലാണ് അത് നെതർലാൻഡിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ നെതർലാൻഡിൽ എത്തിച്ചേരുന്നതിനിടയിൽ ഈ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും അപ്പോൾ നമ്മളിങ്ങനെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാവരുടെയും ജലവിധാനം കുറയുന്നു എന്നതാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ആഡ്രിയാറ്റിക് കടൽ, പസഫിക് ഓഷ്യൻ, പിന്നെ റൈൻ നദി, ജർമ്മനിയിലെ റൈൻ നദി, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ തെംസ് നദി, പിന്നെ ഇതൊക്കെ സീൻ നദി, ഫ്രാൻസിലെ സീൻ നദി, ഈ നദികളിലൂടെ ഒക്കെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല റൈൻ നദി ഉത്ഭവിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ മലനിരകളിലാണ്. അതിൻ്റെ ഉത്ഭവസ്ഥാനവും പതനസ്ഥാനവും നേരിട്ട് പോയിട്ട് കാണാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും. ഒരു പെട്ടെന്നുള്ള ഒരു കാലവർഷം പ്രതികൂലമായപ്പോൾ വർഷപാതത്തിൽ മരങ്ങളൊക്കെ സീൻ നദിയിലൂടെ, ഫ്രാൻസിലെ സീൻ നദിയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പറഞ്ഞത് അത് അവിടെ ഉള്ള മലകൾ പിന്നെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഈ മരങ്ങൾ ഇതിലൂടെ ഒഴുകി വരുന്നത് എന്ന് പറയുന്നത്.
മറ്റൊന്ന് ആസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്ത് ഗ്രീൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ്. ആ ദ്വീപിലൂടെ നമുക്കൊരു പ്രത്യേകതരം സബ്മറൈൻ ഉണ്ട്. അടിയിൽ ഫൈബർ ഗ്ലാസ് അതിൽ കയറിയിട്ട് കടലിൻ്റെ അടിയിലോട്ട് പോകാനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശേഖരമായ ദ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്ന പവിഴപ്പുറ്റ് ശേഖരങ്ങളും അപൂർവ കടൽ ജീവികളും വസിക്കുന്ന ഒരു ആവാസ കേന്ദ്രമാണ് അത്. നമ്മുടെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം എഴുതിയ ചാൾസ് ഡാർവിനെ അദ്ദേഹത്തിന് ആ പരിണാമ ദിശയിലെ ചില അറ്റുപോയ കണ്ണികളെ വിളക്കി ചേർക്കാൻ കഴിഞ്ഞത് ഇതിനകത്ത് ഗ്രേറ്റ് ബാരിയർ. അപ്പോൾ അവിടെയും പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല പവിഴപ്പുറ്റ്, ഇതൊന്നും ആയിരുന്നില്ല ഈ കടൽ ജീവികളുടെ സങ്കേതം. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അവിടുന്ന് ഞങ്ങൾ ഫിലിപ്പ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപ്, ഫിലിപ്പ് രാജകുമാരൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ലിറ്റിൽ പെൻഗ്വിൻ, അത് ഏതാണ്ട് ഒരു നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസിൽപ്പെട്ട ഒരു ജീവിയാണ് ലിറ്റിൽ പെൻഗ്വിൻ. അന്റാർട്ടിക്കയിലാണ് പെൻഗ്വിൻ, പക്ഷേ ഒരു പലതരം പെൻഗ്വിനുള്ളതിൽ ഒന്നാണ് ബ്ലൂ പെൻഗ്വിൻ. അങ്ങനെ ഈ ലിറ്റിൽ പെൻഗ്വിനെ ആസ്ട്രേലിയക്കാർ ഫിലിപ്പ് ഐലൻഡിൽ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ഒരു രാജ്യം ഒരു പെൻഗ്വിൻ പക്ഷിക്ക് കൊടുക്കുന്ന പ്രാധാന്യവും അതിനെ സംരക്ഷിക്കപ്പെടുന്നതും നമുക്ക് വളരെ നേരിട്ട് കണ്ടു പഠിച്ച് ഇതല്ലേ വേണ്ടത് നമ്മുടെ രാജ്യത്ത് നിന്നൊക്കെ തോന്നിക്കുന്നു. ലിറ്റിൽ പെൻഗ്വിൻ്റെ പ്രത്യേകത അത് അവിടെയുള്ള കരയിലെ പൊത്തുകളിൽ പിന്നെ പെൻഗ്വിൻ മുട്ടയുണ്ടാവും, വിരിഞ്ഞ കുഞ്ഞുകളുണ്ടാവും. ഇത് രാത്രി, പകല് രാവിലെ ഇവർ ഇര തേടിയിട്ട് പിന്നെ ശാന്തസമുദ്രത്തിലേക്ക് പസഫിക് ഓഷ്യനിലേക്കാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ തിരിച്ചു വരിക സന്ധ്യയ്ക്ക്. ഈ സന്ധ്യക്ക് കൂട്ടത്തോടെ പ്രത്യേക ശസ്ത്രം ഉണ്ടാക്കിയിട്ട് ഇവർ തിരിച്ചു വരുന്നതും കാത്തിട്ട് സഞ്ചാരികൾ പ്രത്യേകം സജ്ജീകരിച്ച ഗാലറികൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കണം, ക്ഷമ വേണം. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് കൂട്ടത്തോടെ കടലിൽ നിന്ന് ഇങ്ങനെ കരയിലേക്ക് വരുന്നതാണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ മണൽപ്പരപ്പിൽ എവിടെയൊക്കെയോ ആയിരിക്കും ഇതിൻ്റെ കൂട്, അതിൻ്റെ കുഞ്ഞ് ഇരിക്കുന്നത്. പക്ഷേ ഓരോന്നും ഒരുമിച്ച് വന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എൻ്റെ കൂട്ടിലേക്ക്, എൻ്റെ കുഞ്ഞിരിക്കുന്ന കൂട്ടിലേക്ക് അങ്ങനെ ഇത് പോകുമ്പോൾ അവിടെ കുറുനരികളുണ്ട്. അതുകൊണ്ട് ഇതിനെ പിടിച്ചു വെച്ചു. അതുകൊണ്ട് ഭംഗിയിരിക്കുന്ന കുറുനരികളെ ജാഗ്രതയോടെ പിന്നെ കണ്ടെത്തി ഈ കുഞ്ഞു പെൻഗ്വിനുകളെ സംരക്ഷിക്കാൻ അവിടെ സന്നദ്ധ സേനാ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ്റും പ്രകൃതി സ്നേഹികളും ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. മാത്രമല്ല ഇവർ ഇര തേടി പോയാൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് അവിടെയുള്ള നാട്ടുകാർ. അത്ര ശക്തമായ ഇടപെടലുകൾ. പിന്നെ അവിടെ മറ്റൊന്ന് ഞാൻ കാണാൻ കഴിഞ്ഞ നമ്മുടെ പള്ളികളിലെ മീശാങ്കല്ല് പോലെ ഇങ്ങനെ കുറേ കല്ലുകൾ വെളുത്ത നിറത്തിൽ ഇങ്ങനെ കുത്തനെ കണ്ടപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചത്തുപോയ പെൻഗ്വിനുകളെ കുഴിച്ചിട്ട കുഴിമാടത്തിലെ അവരുടെ സ്മാരകങ്ങളാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് മറ്റ് രാജ്യങ്ങൾ അവരുടെ ജീവികളെ എങ്ങനെ സംരക്ഷിക്കുന്നു, എത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ ദേശീയ പക്ഷി എന്ന് പറയുന്ന കിവി പക്ഷി, പിന്നെ ഇങ്ങനെയുള്ള ഒട്ടനവധി. ന്യൂസിലൻഡിൻ്റെ ദേശീയ സസ്യം എന്ന് പറയുന്ന പന്നലാണ്, ഫോറസ്റ്റ് ഉണ്ട് അവിടെ. ഈ പന്നലിനെ അവർ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. പിന്നെ കാംഗറൂസ്, ആസ്ട്രേലിയയിൽ കങ്കാരുക്കളെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതൊക്കെ ഒരു വിദേശികൾ അവരുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സന്തുലിതാവസ്ഥ എന്ത് വില കൊടുത്തും നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് കൈമാറുകയാണ്. നമ്മൾ ഇതിനെയൊക്കെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് സഫിഷ്യൻസി ഇൻ ദ വേൾഡ് ഫോർ മാൻസ് നീഡ് ബട്ട് നോട്ട് ഫോർ മാൻസ് ക്രീഡ്. മനുഷ്യന് നമുക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതിയിൽ ഒരുക്കി തന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടതില്ല എന്നതാണ്. പക്ഷെ നമ്മുടെ ത്വരമൂത്ത മനുഷ്യർ നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രകൃതി വിഭവങ്ങളെ അമിതമായിട്ട് ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മലകൾ ഇടിച്ച് നിരത്തുന്നതും തോടുകളും
അരുവികളും നികത്തുന്നതും നെൽവയലുകൾ നികത്തുന്നതും സൗധങ്ങൾ പണിയുന്നതും ഒക്കെ. ഇതിൽ വേറൊരു മുന്നറിയിപ്പുള്ളത്, സൊമാലിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആഫ്രിക്കയിൽ. അത് ഈ കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതിയുള്ള അതേ അക്ഷാംശത്തിൽ കിടക്കുന്ന രാജ്യമാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് 3000 കിലോമീറ്റർ നേരെ പടിഞ്ഞാറോട്ട് പോയാൽ നേരെ ലാൻഡ് ചെയ്താൽ എത്തുന്നത് സൊമാലിയയിൽ. ഈ സൊമാലിയയിൽ 2 കാലവർഷമുണ്ട്, കേരളത്തിൽ 2 കാലവർഷമുണ്ട്. സൊമാലിയയിൽ ഒരുപാട് നദികളുണ്ട്, കേരളത്തിൽ 44 നദികളുണ്ട്. കൊച്ചു കേരളത്തിൽ അരുവികളുണ്ട്, തോടുകളുണ്ട്, മഴകളുണ്ട്, മരങ്ങളുണ്ട്, എല്ലാം ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവരെ മലയിടിച്ചു, വയൽ നികത്തി, അരുവി നികത്തി, സൗധങ്ങൾ പണിതു, മരങ്ങൾ മുറിച്ചു, അത് വ്യവസായവൽക്കരണത്തിന് ഉപയോഗിച്ചു. ചുരുക്കി പറഞ്ഞാൽ മഴ ഇല്ലാതായി, വരൾച്ചയായി, വിത്ത് വീണാൽ മുളക്കാത്ത മണ്ണായി, പട്ടിണിയായി, ദാരിദ്ര്യമായി. ഇന്ന് ലോകത്തിലെ പട്ടിണി പാവങ്ങളുടെ തലസ്ഥാനമാണ് സൊമാലിയ എന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിനും സമാനമായ സ്ഥിതിയാണ്. കാരണം നമ്മൾ മലകളിടിക്കുന്നു, നമ്മളെ മലകളെ ലോറികൾ സമീപനമാണ്. ലോറി കയറ്റിക്കൊണ്ടുപോകുന്നു, മലകളെ കയറ്റിക്കൊണ്ടുപോകുന്നു, പുഴ നികത്തുന്നു, തോട് നികത്തുന്നു, വയൽ നികത്തുന്നു, നമ്മൾ ഹൈവേകൾ, സൂപ്പർ ഹൈവേകൾ പണിയുന്നു, പൊളിഞ്ഞ് വീഴുന്നു. ആ രീതിയിൽ നമ്മുടെ വികലമായ വികസനം നമ്മളിങ്ങനെ പോകുന്നു. അപ്പോഴെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എൽനിനോ പ്രതിഭാസവും ആഗോള താപമാനവും മിന്നൽ ചുഴലിയും മേഘവിസ്ഫോടനവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ പ്രകൃതി നൽകുന്ന ഭൂമി എന്ന് പറയുമ്പോൾ എല്ലാം സഹിക്കും, എല്ലാം സർവം സഹീനവല്ല, ഭൂമി എല്ലാം സഹിക്കും. പക്ഷേ ഇപ്പൊ ഭൂമി സഹിച്ച് മതികെട്ടിട്ട് നമുക്ക് ചില തിരിച്ചടികളുടെ മുന്നറിയിപ്പുകൾ, ഈ പറഞ്ഞ രീതിയിലൊക്കെ ചില മുന്നറിയിപ്പുകൾ, ഹിൻസ്, സൂചനകൾ ഇങ്ങനെ നൽകി. ഈ സൂചനയിൽ നിന്നും നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ സമീപഭാവിയിൽ നമ്മുടെ കേരളവും ഒരു ഉഷര ഭൂമിയായിട്ട് മാറിപ്പോകും. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അന്ന് പാലക്കാട് ജില്ലയിൽ ഒരു തരം പ്രത്യേകതരം പക്ഷികൾ, അപ്പോൾ ആ പക്ഷികളെ നിരീക്ഷിച്ചപ്പോൾ കാണാത്ത പക്ഷികൾ. അപ്പോൾ പ്രൊഫസർ ഇന്ദുജോടനുണ്ടല്ലോ നമ്മുടെ പക്ഷി നിരീക്ഷകൻ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹം കണ്ടെത്തിയത് ഇത് മരുഭൂമിയിൽ വളരുന്ന അവരുടെ പക്ഷികൾ. അപ്പോൾ ഈ മനുഷ്യരെക്കാൾ മറ്റ് ജീവികൾക്ക് ദീർഘദർശനമുണ്ട്. സമീപഭാവിയിൽ എവിടെയാണ് നമുക്ക് ചേക്കാറാൻ പറ്റുക അതവർ കണ്ടെത്തി, നമ്മുടെ കേരളത്തിൽ കണ്ടെത്തി. അതുപോലെ കേരളത്തിൻ്റെ എയർ കണ്ടീഷൻ ജില്ല എന്നല്ല നമ്മൾ വയനാട് പറയുക. വയനാട്ടിൽ ഒരു പ്രത്യേകതരം സസ്യങ്ങൾ വളർന്നപ്പോൾ ഈ പറഞ്ഞ പോലെ സസ്യശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയപ്പോൾ സിറോഫൈറ്റ്സ് എന്ന് പറയുന്ന മരുരൂഹ സസ്യം, ഇത് മരുഭൂമിയിൽ വളർന്നു. അപ്പോൾ അത് ചുരുക്കപ്പം നമ്മുടെ ഇവിടെ വളരാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഇനി എത്ര കാലം വേണം കേരളം സൊമാലിയ ആവാൻ എന്നേ ഉള്ളൂ, എന്നേ നോക്കേണ്ടതുള്ളൂ. കാരണം ഈ ഭൂമിയും ഈ ഭൂമിയിലെ പച്ചപ്പും ഈ ശുദ്ധജലവും ഈ ശുദ്ധവായുവും വരുന്ന തലമുറയ്ക്ക് ഇതുപോലെ കൈമാറാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് കവികൾക്കൊക്കെ ഭൂമിക്കൊരു ചരമഗീതമൊക്കെ നേരത്തെ രചിക്കേണ്ടി വന്നത്. അപ്പോൾ ആ മുന്നറിയിപ്പ് നമ്മൾ ഇനിയും ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ വിശാലമായ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിലും മാഷ് അവിടെ പോയി കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അത് നേരിൽ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്തൊക്കെ ഇടപെടലുകൾ ഇവിടെ നടത്താമെന്നതിനെ കുറിച്ചൊരു ധാരണ ഒരുപക്ഷെ മാഷ്ക്ക് ഉണ്ടാവും, ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ. മാഷ് ഈ മേഖലയിൽ പാരിസ്ഥിതിക രംഗത്ത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കൂടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ഇവിടെ നാട്ടിൽ പ്രദേശത്ത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതെന്തൊക്കെയാണ് എന്ന് അറിയാൻ പ്രേക്ഷകർക്ക്. പ്രാദേശികമായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു രാമകൃഷ്ണ ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിട്ടാൻ വിരമിച്ചു 30 വർഷത്തിന് ശേഷം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് അവിടെയുള്ള ഏറ്റവും ഒരു മീഡിയം ആയിട്ട് വരുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. അപ്പോൾ ആ മീഡിയയിൽ എനിക്ക് വ്യക്തമായിട്ട് ശക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. കാരണം എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന, ധാർമ്മികമായ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇപ്പോൾ സഹപ്രവർത്തകർ.
ഇല്ല, അവരുടെ ഒന്നും സഹകരണം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ പ്രവർത്തിച്ചു പോകാൻ. കാരണം പലരും എതിർക്കുന്നതാണ്. നമ്മൾ ഈ പരിസ്ഥിതി രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് എതിർപ്പുകളെ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ പരിസ്ഥിതി പ്രവർത്തനം അപ്പോഴാണ് തുടങ്ങിയത്. ശരിക്കും പറയാൻ ആരംഭിക്കുന്നത് സർവീസിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടം. അതിനു മുന്നേ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും പിന്നെ പച്ചപ്പാക്കുന്നതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ അവർ കർഷകരായിരുന്നു. അവരിൽ നിന്നും പകർന്നു കിട്ടിയതായിരിക്കും. എന്തെങ്കിലും കൃഷി ചെയ്യുക, പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക, പച്ചപ്പുണ്ടാക്കുക, നിലനിർത്തുക, അതൊക്കെ. ആരെങ്കിലും ഒരു മരത്തിൻ്റെ ഒരു ശാഖയൊക്കെ വെട്ടുമ്പോൾ ഞാൻ സങ്കടത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്, മക്കളെ അതിന് വേദനിക്കും, അങ്ങനെ പറയാറുണ്ട് ആ രീതി. അപ്പോൾ അങ്ങനെ അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ശാസ്ത്രമാണ്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ എത്തിയപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു വലിയ പിന്നെ കൂമ്പാരമാണ് എല്ലാ വീടുകളിലും വഴി തോടുകളിലൊക്കെ ശുദ്ധജലവാക്കിയായ തോടുകളിലൂടെ ഒഴുകിപ്പോകുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഒരു ദിവസം ഒരു പരിപാടി തയ്യാറാക്കി. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ശവദാഹം, പേരിൽ തന്നെ അതിനവർ പിന്നെ ശ്രമിക്കുന്ന രീതിയിലുള്ള രീതി. അങ്ങനെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുവരെയുള്ള എല്ലാ പ്ലാസ്റ്റിക്കും മറ്റൊരു വലിയ പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കിയിട്ട് നിങ്ങൾ ഇന്ന ദിവസം വരുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകും. അപ്പോൾ ഇത് ഒഴിക്കുന്നൊക്കെ ചോദിക്കും, വീട്ടിൽ നിന്ന് ചോദിക്കും, ഇതെവിടെയാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ പറയും ഈ പ്ലാസ്റ്റിക് മാലിന്യമാണ്, അത് പിന്നെ ഭൂമിക്ക് ദോഷം ചെയ്യുന്നതാണ്, നമുക്കും ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് സാറ് പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇതിനെയൊക്കെ നമുക്ക് കുഴിച്ചു മൂടുക, ഇനി ഉണ്ടാകാതിരിക്കുക. ഇനി ഇങ്ങനെ ഒരു പരിപാടിയില്ല, കാരണം ഈ പ്ലാസ്റ്റിക് ഉണ്ടാവില്ല. അവർ പ്രതീകാത്മകമായ ശബ്ദമാണ്. അങ്ങനെ എല്ലാവരും ഒരു സ്കൂൾ വരുന്നത് ഈ പ്ലാസ്റ്റിക് സഞ്ചികളുമായിട്ടല്ല മാർക്കറ്റിൽ പോകുമ്പോൾ. അപ്പോൾ വഴിനീള അവബോധമുണ്ടായി, വീട്ടിൽ അവബോധമുണ്ടായി, സ്കൂളിൽ എല്ലാവർക്കും അവബോധമുണ്ട്. ഒരു വലിയ കുഴി കുട്ടികളെ കൊണ്ട് തന്നെ കുഴിപ്പിച്ചിട്ട് ഭൂമി കടിയിൽ ശരിക്കും പ്ലാസ്റ്റിക് കുഴിച്ചും കൂടാൻ പാടില്ല. കാരണം അത് നൂറ്റാണ്ടുകളെടുത്താലും അത് ജീർണിക്കാതെ അവിടെ തന്നെ കിടക്കും. പക്ഷെ വേറെ നിർവാഹമില്ല. കുട്ടികൾക്ക് ഇതൊന്നും ഒരു മാതൃകയാക്കാമെന്ന് കരുതിയിട്ട് അതങ്ങനെ കുഴിച്ചു മൂടി പ്രതീകാത്മകമായിട്ട് കുഴിച്ചു. അതൊരു ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറം അതൊരു വലിയ വാർത്തയായിട്ട് പത്രങ്ങളിലൊക്കെ വന്നത്. വലിയ അതിനെ പിന്തുടർന്നുകൊണ്ട് പിന്നെ പല മേഖലകളിലും പിന്നെ ഈ സംഭവം പിന്നെ അവിടുത്തെ സയൻസ് ക്ലബിലൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് തന്നെ തുടങ്ങി. നമ്മുടെ കനകമല പെരിങ്ങത്തൂർ കനകമലയിൽ കുട്ടികളെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സയൻസ് ക്ലബുകളിലായിട്ട് ബന്ധപ്പെടുന്ന കുറച്ചധികം കുട്ടികളെ 3 ദിവസത്തെ പരിസ്ഥിതി ക്യാമ്പ് ഇതിനായിട്ടാണ് പറ്റുന്നത്. അതിന് പേരിട്ടത് മലയോടൊപ്പം എന്ന പേര്. അങ്ങനെ ഈ മലയുടെ ഉച്ചിയിൽ ഈ കുട്ടികൾ പോകുമ്പോൾ താഴെ നിന്ന് പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി ശേഖരിച്ച് ഇതൊക്കെ ചുമന്നുകൊണ്ടാണ് കുട്ടികൾ മല കയറുന്നില്ല. കാരണം അവർക്കുള്ള വെള്ളം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സാമഗ്രികൾ ഇതൊക്കെ കൊണ്ട് ഇവരെ കൊണ്ട് മല കയറ്റിച്ച് മറ്റൊരു വിധത്തിലൊക്കെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ വാങ്ങി വെക്കായിരുന്നു. പക്ഷെ അതല്ല, അതിൻ്റെ ഒരു പിന്നെ ഒഴുക്ക് അതാണ് പ്രായോഗികമാണ്. അങ്ങനെ അവിടെ പോയി വാനനിരീക്ഷണം നടത്തി പിന്നെ അപൂർവ സസ്യസമ്പത്തുകളുടെ ഒരു ജൈവ കലവറ തന്നെ അവിടെ ഉണ്ട്. ആരും അറിയാം. കനകമലയെക്കുറിച്ച് സമാനമായ മറ്റൊരു ഐതിഹ്യമുണ്ട്. അത് കനകമുനി തപസ് ചെയ്യുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കമണ്ഡലം നിക്ഷേപ സ്വർണ്ണ വജ്ര നിക്ഷേപം തുടങ്ങിയ കമണ്ഡലം ആ കനകമലയിൽ കമഴ്ത്തി വെച്ചിട്ട് പോവുകയും ചെയ്തു. അതാണ് കനകമലയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നത് എന്ന ഒരു ഐതിഹ്യം കൂടി. മറ്റൊന്ന്, കനകമലയിൽ പിന്നെ ഒരു ജല സ്രോതസ്സ്, അതതിൻ്റെ താഴ്വരയിൽ ഇന്നത്തെ കനകാംബിക ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ചേരുമരത്തിൻ്റെ ജട പോലുള്ള വേരുകളിൽ നിന്നിട്ട് വീഴുന്ന ധാരാളിയായി വീഴുന്ന ആ വെള്ളം ഇങ്ങനെ ഒരു തോടിലൂടെ പിന്നെ ഭൂമിക്കടിയിലൂടെ ഒഴുകിയിട്ട് കൊളായി എന്ന് പറയുന്ന സ്ഥലത്ത് സംഭരിക്കപ്പെടുന്നുണ്ട് ആ ജലം. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളത് എങ്ങനെ ഈ ജലം ഒരു മലമുകളിൽ ഈ ജലത്തെ എങ്ങനെ സ്വാംശീകരിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതാണ് വൃക്ഷങ്ങളുടെ പ്രാധാന്യം. കാരണം വൃക്ഷങ്ങളുടെ വേരുകൾക്ക് മഴ പെയ്യുമ്പോൾ ഒക്കെയുള്ള വെള്ളത്തെ പിടിച്ച് ഭൂമിയിലേക്ക് തന്നെ നിർത്താനുള്ള ഒരു കഴിവുണ്ടെന്ന്, അതാണ് ഈ വേരിലൂടെ ഒഴുകി ഓവർഫ്ലോ പോലെ ഒഴുകിയെത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പെരിങ്ങത്തൂർ പുഴയുടെ ഓരങ്ങളിൽ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു പുഴ എങ്ങനെയൊക്കെയാണ്
പട്ടണവാസികൾ നഗരവാസികൾ മലിനമാക്കുന്നത് എന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയും. കൊടുവള്ളിയിൽ കണ്ടൽക്കാടുകൾ നികത്തിയിട്ടാണല്ലോ ഇപ്പോഴത്തെ ഈ സൗദങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആ കണ്ടൽക്കാട് നികത്തുന്നതിന് എതിരായിട്ട് സോഷ്യൽ ഫോറസ്ട്രിയുടെയും അതുപോലെ ജില്ലാ വനംവകുപ്പിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഒരു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചതിൽ ഒരു ഭാഗമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ജില്ലയിലെ എല്ലാ കണ്ടൽ മേഖലകളിലും പോയിട്ട് ഈ കണ്ടൽ വൃക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അതിൻ്റെ സമരത്തിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെയും കൊണ്ട് ഒന്ന് ഈ കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ ധർമ്മടം, തുരുത്ത്, പിന്നെ പാലയാട് ആ മേഖലകളിൽ ഒരു സമുദ്രത്തോടൊപ്പം അങ്ങനെ ഒരു ക്യാമ്പ് കൂടി അവിടെ 3 ദിവസത്തെ ക്യാമ്പ് ഈ കുട്ടികൾക്കായിട്ട് അവിടെ ഉണ്ടട്ട് ബംഗ്ലാവടക്കം കാണിച്ച് കണ്ട് ഒരു പിന്നെ ഓളവും തീരവും ഇതൊക്കെ ഇങ്ങനെയൊക്കെ അതിന് ഓരോ പേരായി അങ്ങനെയുള്ള ഒരു ക്യാമ്പ് അവിടെ നടത്താൻ കഴിഞ്ഞു. സംസ്ഥാന വനംവകുപ്പിൻ്റെ സഹായത്തോടുകൂടി 6 വന്യജീവി സങ്കേതത്തിൽ അവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ശുദ്ധജല സ്രോതസ്സാണ് ചീങ്കണ്ണിപ്പുഴ. ആ ശുദ്ധജല സ്രോതസ് ചീങ്കണ്ണപ്പുഴയും അതുപോലെ തന്നെ അവിടുത്തെ ട്രക്കിംഗ് കാടിലൂടെ അങ്ങനെ വന്യജീവികളെ നേരിട്ട് കാണാനുള്ള ഒരു അപൂർവം ചിത്രശലഭങ്ങൾ ഒക്കെ നിരീക്ഷിക്കാനുള്ള അവസരം ഈ ആറളം വന്യജീവി ക്യാമ്പ് അവിടെയും 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. അത് വിവിധ ബാച്ചുകളിലായിട്ട് വിവിധ വർഷങ്ങളിലായിട്ട് 3 പ്രാവശ്യം അവിടെ അങ്ങനെ വനവാസ ക്യാമ്പെന്നാണ് പേരിട്ടത്. അങ്ങനെ ക്യാമ്പുകൾ അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ ലക്ഷദ്വീപിലെ ഒരു പ്രത്യേകത, ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫീൽഡ് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കീഴിലാണത്. അതിലെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് ലക്ഷദ്വീപിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, അവിടുന്ന് ഒരു ഷെല്ല് ഞാൻ കുഞ്ഞി വെറുക്കിയെടുക്കാൻ പോകും. കടൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പിറകിലൊരാൾ എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയത്, സാർ ഞങ്ങൾ ദ്വീപിനെ കൊണ്ടുപോകരുത്. എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ പവിഴ ദ്വീപുകളാണ്, പവിഴപ്പുറ്റുകളിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈയിടെയായിട്ട് ജനങ്ങൾക്ക് കിട്ടിയ അവബോധത്തിലൂടെ അവരവിടെ നിന്ന് ഈ ശംഖ്, ചിപ്പി തുടങ്ങിയ കടൽ ജീവികളുടെ പുറന്തോടുകളെ കൗതുകത്തിന് പെറുക്കിക്കൊണ്ടുപോകുന്നതിന് അവർ തന്നെ തടസ്സപ്പെടുത്തുക. അവിടെയും പ്രകൃതി പഠന ക്ലാസ്സാണ് എനിക്ക് പോയി കവരത്തി അകത്തി അവിടെയൊക്കെ നടത്താൻ കഴിഞ്ഞത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിലൊരു പെട്ടിപ്പാലം, തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യങ്ങൾ അത്രയും കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ആ പെട്ടിപ്പാലം, അതിനെതിരായിട്ട് പെട്ടിപ്പാലം നിവാസികളെ ഒരു ദീർഘിച്ച ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരം വിജയിച്ചു. ആ സമരത്തിൻ്റെ ഭാഗമാവാനും കഴിഞ്ഞു. അതുപോലെ തന്നെ പ്ലാച്ചിമട സമരത്തിൽ നേതൃത്വപരമായ പങ്കൊന്നും അല്ല എങ്കിലും ആ സമരക്കാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു. മയ്യഴിപ്പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെയും ഒരു ഭാഗമായിട്ട് കുറച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തിയ പിന്നെ വനവൽക്കരണം അതാണ് പ്രധാനം. സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹായത്തോടുകൂടി പച്ചപ്പ് പിന്നെ പല സ്ഥലങ്ങളിലും അതൊക്കെ ഇന്നും അവിടെ ഉണ്ട് എന്നതാണ്. ആ മരങ്ങളൊക്കെ പലതും അവിടെ തലയുയർത്തി നിൽക്കുന്നത് കാണുന്ന ഒരു സന്തോഷമാണ്. പിന്നെ ഇവിടെ വാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ സമീപത്തുള്ള കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലൊക്കെ അങ്ങനെയുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ഔഷധത്തോട്ടം തന്നെ ഉണ്ടാക്കി. ആയുർവേദ പഠന വിദ്യാർത്ഥികൾക്കൊക്കെ വന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഗവേഷണം നടത്താനും സൗകര്യപ്രദമായ ഒരു രീതിയിലുള്ള ആൾക്കാർക്കൊക്കെ അതുപോലത്തെ ഒരു പൂങ്കാവനം പദ്ധതി മാങ്ങോട്ടുകാവ് ഉദാഹരണ സമിതിയുടെ അതിലൊക്കെ ഒരു അംഗമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി. വഴിയോരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് പച്ചപ്പാക്കാൻ വൃക്ഷങ്ങളെ കൊടുത്ത് വിത്ത് കൊടുത്ത് വൃക്ഷത്തൈകൾ കൊടുത്ത് കുട്ടികളിൽ ഒരു മരങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാൻ ഒരുപാട് അവർക്ക് സഹായിച്ചിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ പിന്നീട് നല്ല പരിസ്ഥിതി അവബോധമുള്ളവരായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരൊക്കെ നിലകൊള്ളുന്നു എന്നതിലും വളരെ സന്തോഷമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലെ ഒരു അംഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ പരമാവധി ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സസ്യലതാദികളുടെ പ്രാധാന്യം ഇതൊക്കെ ആ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ DPEP പാഠ്യപദ്ധതിയുടെ
ഒരു സംസ്ഥാന റിസോഴ്സ് പേഴ്സണായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയപ്പോഴും ഞാൻ ഈ അവിടെയൊക്കെ ഈ പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കാൻ എനിക്ക് പരമാവധി ശ്രമിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ കിട്ടിയ അവസരങ്ങളിലെല്ലാം ഈ പരിസ്ഥിതി പ്രവർത്തനത്തെ കൂടി സംയോജിപ്പിക്കാനുള്ള ശ്രമം അത് ഒരു നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ എളിയ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ലഹരിക്കെതിരായിട്ടാണെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അവബോധ ക്ലാസ്സുകൾ, ലേഖനങ്ങൾ, ആ രീതിയിൽ. ആകാശവാണിയിൽ ആണെങ്കിലും കിട്ടിയ അവസരങ്ങളിൽ പരിസ്ഥിതി ക്വിസ് നടത്താനൊക്കെയുള്ള പലപ്പോഴും ക്വിസ് മാസ്റ്ററായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി ദിനത്തിൽ, ഭൗമ ദിനത്തിൽ, ലോക ജല ദിനത്തിൽ ഒക്കെ പ്രഭാഷണങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിഷയമായി തിരഞ്ഞെടുക്കുന്നത് മെയിനായിട്ട് ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തതാണ് ലഹരി വിരുദ്ധ വിദ്യാഭ്യാസ മേഖല. ഈ പരിസ്ഥിതി രംഗത്തെ ഇടപെടലുകളുടെ കൂട്ടത്തിൽ മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴാണ് ഇപ്പോൾ മാഷ് പറഞ്ഞത് ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ തന്നെ മാഷ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാഷിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഇതുമായി സഹകരിച്ച് ഈ രംഗത്ത് ഇടപെടുന്ന ഒരുപാട് ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം മാഷുണ്ടാവും. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ഹൃദയസ്പർശിയായ ഒരു അനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അനുഭവിക്കാനും ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപാട് ഗുരുസ്ഥാനീയരായ പ്രമുഖ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ പ്രൊഫസർ മന്മഥൻ സാറ്, അതുപോലെ തന്നെ ഇളയെടുത്ത് വേണുഗോപാലൻ, ഈയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പിന്നെ പട്ടിയേരി കുഞ്ഞികൃഷ്ണൻ അധിയോഗി, അതിൻ്റെ ലാസ്റ്റ് ഒരു കന്യായിട്ട് വരുന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിരുന്ന ഹക്കീം മാസ്റ്റർ. അദ്ദേഹം തികഞ്ഞ ഒരു ഗാന്ധിജി മാഹി സന്ദർശിച്ചപ്പോൾ മയ്യഴി പുത്തനം ക്ഷേത്രത്തിൽ വന്നിരുന്നു. അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ജനുവരി 13 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പിന്നെ ആ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ റഹീം മാസ്റ്റർ, മുഖ്യ ഭാഷകൻ ഞാനുമാണ്. അപ്പോൾ റഹീം മാസ്റ്റർ ഉദ്ഘാടന ഭാഷണം ഇങ്ങനെ നടത്തി വരവേ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി. അപ്പോൾ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എപ്പോഴും പിന്നെ എൻ്റെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വരുമ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുമായിരുന്നു കുടിക്കാനായി. അപ്പോൾ പെട്ടെന്ന് ക്ഷേത്ര പരിസരത്ത് വെള്ളം കിട്ടാനില്ല അവിടെ. അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ പോകണം. അപ്പോൾ ടീച്ചർ ബാഗിൽ കരുതിയ വെള്ളം എടുത്തിട്ട് കൊടുത്ത് ആ വെള്ളം അവസാനമായിട്ട് കുടിച്ചത് ആ വെള്ളമാണെന്നൊക്കെ വളരെ സങ്കടത്തോടുകൂടി ഇന്നും ഞങ്ങൾ ആ ദിവസം അവിടെ ആ ഒരു റീമിക്സ് ചരമ ദിനത്തിൽ ഞങ്ങൾ രാവിലെ വന്ന രണ്ടും കൂടി ചേർത്തിട്ട് അവിടെ 13-ാം തീയതി ഞങ്ങളുടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. മാഷിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നു. ഇത്രയേറെ മേഖലകളിൽ ഇടപെടുന്ന ഒരാളാണ് മാഷ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. അവാർഡ് നിർണയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ധാരണ മാഷക്ക് നേരത്തെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷ് പറയും എന്താണ് അതിൻ്റെ പിന്നീട് സംഭവിച്ചത് എന്നുള്ള കാര്യം. എനിക്കിങ്ങനെ മനോഹരം പരിസ്ഥിതി അവാർഡ് കൂടാതെ വേറെയും ചില അവാർഡുകളൊക്കെ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഞാൻ അർഹനാണോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. കാരണം എന്നെക്കാൾ കഴിവുള്ളവരും മികവുള്ളവരും പ്രവർത്തനം കാഴ്ചവെക്കുന്നവർ വേറെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായും കരുതുന്നത്. പക്ഷേ ഒരു അവാർഡിന് വേണ്ടി അവരുടെ പിറകെ പോവുകയോ അപേക്ഷിക്കുകയോ ഞാൻ സാധാരണ നിലയിൽ ചെയ്യാറ്. 1-2 കാര്യങ്ങൾക്ക് നിർബന്ധിതനായിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കോവിഡ് കാലത്ത് എല്ലാവരും വീടുകളിൽ തന്നെ അടങ്ങി കഴിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ നന്മമരത്തിൻ്റെ പ്രവർത്തകരെന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ പിന്നെ ഒരു അവബോധം സൃഷ്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആ മനമടുപ്പിക്കുന്ന ഏകാന്തതയിൽ നിന്നുള്ള ഒരു മോചനം എന്ന നിലയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് പിന്നെ വിവിധ ജില്ലകളിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടെ ഒരു അവയർനെസ് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് എന്നെയും അതിൽ അഡ്മിനിയാക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുന്നത്. അവർക്ക് എങ്ങനെയോ തന്നെ എൻ്റെ നമ്പർ കിട്ടുന്നു, അവർ എന്നെ അത് നിമിത്തം അതിൽ അഡ്മിനിയാക്കുന്നു.
അങ്ങനെ ആദ്യം എന്നെ കൊണ്ടൊരു ക്ലാസ് എടുപ്പിച്ചു. ആ ക്ലാസ് എടുത്തതിന് ശേഷം അതിനെന്തോ പിന്നെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ കിട്ടിത്തുടങ്ങി. അങ്ങനെ പിന്നെ ഏതാണ്ട് മിക്ക ജില്ലകളിലും ഓൺലൈൻ ക്ലാസ് കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം അവർ ഉണ്ടാക്കി തന്നു. അത് ഞാൻ പിന്നെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത് കഴിഞ്ഞ് ഈ മിക്കവാറുമുള്ള ഇത്തരം പരിപാടികളിൽ നേരിട്ടുള്ള പ്രഭാഷണങ്ങൾ ക്ലാസ്സുകളിലൊക്കെ എന്നെ ക്ഷണിക്കുമായിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് ഇങ്ങനെ ഇതിലൊരു അറിയിപ്പ് വന്നത്. ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എന്ന്. അപ്പോൾ ഞാൻ അതിനപേക്ഷയൊന്നും കൊടുത്തില്ല. ഞാനത് കണ്ടു. കാരണം സംസ്ഥാന തലത്തിൽ ഒരുപാട് വ്യക്തികൾ ഇതിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാനതിനെ അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ എൻ്റെ ഒരു അപേക്ഷ കിട്ടാതിരുന്നപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് ഒന്നിങ്ങനെ അപേക്ഷ കുറച്ച് ഡീറ്റെയിൽസ് തരണം എന്നുള്ളത്. ഞങ്ങളുടെ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളെ കയ്യിലുണ്ട്, അത് തന്നെയാണ് ഡീറ്റെയിൽസ്. അപ്പോൾ അതുപോലെ കുറച്ചുകൂടെ കാര്യങ്ങൾ വേണം. അപ്പോൾ അതും നിർബന്ധിതനായപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുറച്ച് പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു രൂപരേഖ അവർക്ക് കൊടുത്തു, സമർപ്പിച്ചു. പിന്നീട് ഒന്നും അറിയില്ല. അത് ഏതാണ്ട് ഒരു മാസം മുമ്പ് നടന്ന സംഭവം. അപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ അവർ അറിയിപ്പ് വന്നു. പിന്നെ സാറൊന്നായി ഓൺലൈനിൽ പിന്നെ കയറണമെന്ന് സമ്മേളനം അതിൽ അവാർഡ് നിർണയ സമ്മേളനം അതിലൊന്ന് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 7 മണിക്കാണ് രാത്രി. അപ്പോഴും നമ്മൾ അറിയില്ല, അതിലൊന്നും അറിയുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു അതൊക്കെ ജൂറിയുടെ കയ്യില്ല ഉള്ളത്. ജൂറി എന്ന് പറയാൻ എനിക്കൊന്ന് റിട്ടയർഡ് IAS ഓഫീസേഴ്സെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ആ ജൂറി ഇവർക്ക് കൈമാറുന്നതാണ് എൻ്റെ റിസൾട്ട്. എന്താണെന്നൊന്നും അറിയില്ല. ക്ലാസ്സിൽ ഞാനിങ്ങനെ അത് ഇങ്ങനെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ സ്വാഗതം കഴിഞ്ഞു, അധ്യക്ഷൻ കഴിഞ്ഞു, ഉദ്ഘാടകനായി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവാർഡ് നിർണയം. അടുത്തത് അവാർഡ് നിർണയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ജോസഫ് സാർ ചീഫ് വിപ്പാണ് അത് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. കാരണം ആ കാണോ പ്രഖ്യാപിച്ചത് ആ സംഭവം എല്ലാം കേൾക്കാമല്ലോ എന്നുള്ള നല്ല കൗതുകത്തോടു കൂടിയാണ് ഞാൻ കേട്ടത്. അപ്പോഴാണ് ആദ്യത്തെ അവാർഡ് തന്നെ വിവരത്തിൽ തന്നെ എൻ്റെ പേര് പറയുന്നത്. എന്നിട്ടും ഞാൻ ആരെയും അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെ തന്നെ. കാരണം ഇത് എനിക്ക് തന്നെയാണോ എന്നും കൺഫേം എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം സംസ്ഥാന തലത്തിലായതുകൊണ്ട്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് ഫോണിലൂടെ വന്നു. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അതിനെ പിന്നെ സ്ഥിരീകരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ലക്ഷ്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിലാണ് അവരുടെ ഇടപെടൽ പാലിക്കുന്ന രംഗത്ത് അല്ലെങ്കിൽ മറ്റ് മേഖലകളിലായാലും അവർക്ക് എങ്ങനെയൊക്കെയാണ് ഇടപെടാൻ കഴിയുക എന്നുള്ളൊരു സ്വാഭാവികമായ സംശയം ഉണ്ടാകും. കാരണം എല്ലാവർക്കും ഇതുപോലെ മാഷക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്ന് മാഷ് യാത്ര ചെയ്തു മാത്രമല്ല ആ യാത്രയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ അവിടെയൊക്കെ എവിടെ പോയി കഴിഞ്ഞാലും പാരിസ്ഥിതികമായിട്ടുള്ള അവിടുത്തെ സവിശേഷതകളെക്കുറിച്ചും അവിടുത്തെ അപകടങ്ങളെക്കുറിച്ചും ഒക്കെ മാഷ് മനസ്സിലാക്കി നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളുമായി അതിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിരോധനത്തിലേക്ക് എത്തുന്നത്. മാഷിൻ്റേതായിട്ടുള്ള ഇടപെടൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഇങ്ങനെ ഓരോ വ്യക്തികളും സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരേണ്ടത്, ഇടപെടേണ്ടത് എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയം കടന്നു വരാം. അപ്പോൾ അവരോട് മാഷ് എന്താണ് പറയാനുള്ളത്? സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിലുള്ള ആളുകളായിരിക്കും. എന്താണ് പറയാൻ? ഞാൻ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഇത്തരം യാത്രകൾ നടത്തിയിട്ട് ശേഖരിച്ച നേരിട്ട് കണ്ടറിഞ്ഞ വിവരങ്ങൾ അത് സമൂഹത്തിൻ്റെ മുന്നിൽ പ്രഭാഷണങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ, ലേഖനങ്ങളിലൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എൻ്റെ യാത്ര സാർത്ഥകമാകുന്നത് അപ്പോഴാണ്. ആ അറിവുകൾ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കും. അത് ഞാനിങ്ങനെ നിരന്തരം ഈ പ്രായത്തിലും ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നാണ്. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, അവശേഷിക്കുന്ന പച്ചപ്പെങ്കിലും ഇവിടെ നമുക്ക് സംരക്ഷിക്കപ്പെടാം. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഈ ഭൂമിയെ ഇനിയും നമ്മൾ മലിനീകരണമാക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സഞ്ചികളിലാക്കി വലിച്ചെറിയുന്ന മാലിന്യം ഒരുപക്ഷെ വീട്ടിൽ നിന്നത് പോയി.
നമ്മൾ രക്ഷപ്പെടുന്നില്ല അവിടെ. കാരണം അത് റോഡിലൂടെ തോടുകളിലൂടെ ഒഴുകിയെത്തുന്നത് പുഴകളില്ല, പുഴകളിൽ നിന്ന് സമുദ്ര മത്സ്യങ്ങളെ, പുഴ മത്സ്യങ്ങളെ നമ്മൾ ആഹരിക്കുമ്പോൾ അത് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. ആ മാലിന്യങ്ങൾ, ആ വിഷാംശങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള മലകളും കുന്നുകളും ഒക്കെ മലകളായും കുന്നുകളായും നിൽക്കട്ടെ. പുഴകളിലൂടെ ചെളിനീര് ഒഴുകട്ടെ. ശുദ്ധവായു നമുക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ആവശ്യമുള്ളതാണ് ശുദ്ധവെള്ളം. അതുകൊണ്ട് അവശേഷിക്കുന്ന ഈ പ്രകൃതിയെ എങ്കിലും നമുക്കതിനെ സംരക്ഷിച്ച് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നതാകണം. അതായിരിക്കും നമുക്ക് വരുന്ന തലമുറയോട് ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യം എന്നാണ് നമുക്ക് പറയാം. ഭൂമിയെ തൊട്ടറിഞ്ഞ ഒരു ലോകസഞ്ചാരി കൂടിയാണ് രാജൻ മാസ്റ്റർ. ഹിമാലയത്തിൻ്റെ നെറുക മുതൽ ആൽപ്സ് പർവ്വതനിരകൾ വരെയും പസഫിക് സമുദ്രത്തിൻ്റെ ആഴങ്ങൾ മുതൽ യൂറോപ്പിലെ നദികളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. അത് വെറുമൊരു കാഴ്ചകൾ കാണലായിരുന്നില്ല. പ്രകൃതിയെ അറിഞ്ഞ് ആ അറിവുകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനുള്ള വലിയൊരു തപസ്സായിരുന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ, NSS, NCC ക്യാമ്പുകളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്കായി സംസ്ഥാന തലത്തിൽ പ്രസംഗ സെമിനാറിൽ കണ്ണൂർ ജില്ലയിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ ഇദ്ദേഹം ഗാന്ധിയൻ ആദർശങ്ങളും ശ്രീനാരായണ ദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാ ജീവിതം നയിച്ചു വരുന്നു. മെഡിക്കൽ ടെസ്റ്റുകളും സ്പെഷ്യൽ മെഡിക്കൽ ടെസ്റ്റുകളും മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും നമ്മുടെ ചൊക്ലിയിൽ. ഞാനിപ്പോ നിൽക്കുന്നത് ചൊക്ലി മെഡിനോവ ലാബിലാണ്. ഇവിടെ ക്വാളിഫൈഡ് സ്റ്റാഫ്സിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ ടെസ്റ്റുകളും നടത്തുന്നത്. നോർമൽ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് പുറമെ സ്പെഷ്യൽ മെഡിക്കൽ ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നതാണ്. അതും മണിക്കൂറുകൾക്കുള്ളിൽ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് റിപ്പോർട്ട്സ്. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ഹോർമോൺ ചെക്കപ്പ്, കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും നമ്മുടെ മെഡിനോവയിൽ ഉണ്ട്. കൂടാതെ ചൊക്ലിയിൽ എവിടെയും ഹോം സാമ്പിൾ കളക്ഷൻസ് അവൈലബിൾ ആണ്. റിസൾട്ട് വാട്സാപ്പിലോ മെയിലിലോ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യ പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കൂ മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്റർ ചൊക്ലി. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ടേലി ടവർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, നാരങ്ങാപുരം, തലശ്ശേരി.